A+2 സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട 2 ലോണുകൾ എന്തൊക്കെയാണെന്നും ആ ലോണുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നും അതിൻ്റെ ബെനഫിറ്റുകൾ എന്തൊക്കെയാണെന്നും പലിശ നിരക്കുകൾ എത്രയായിരിക്കുമെന്നും ഉള്ള വിവരമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. പൂർണ്ണമായും കാണണേ, എപ്പിസോഡ് പൂർണ്ണമായും കാണാതെ സ്കിപ്പ് ചെയ്യരുത് എന്നൊരു അപേക്ഷയുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും 6 മണിക്കുള്ള ഈ എപ്പിസോഡുകൾ കാണുന്നതിന് താല്പര്യമുള്ളവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തണം. ഒരു ബെല്ലിൻ്റെ ചിത്രമുണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലെന്ന് ചിലരുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലിൻ്റെ ചിത്രത്തിൽ കൂടി വിരലമർത്തണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകൊള്ളും. പൂർണ്ണമായി എല്ലാ ദിവസവും 6 മണിക്ക് വൈകുന്നേരം എപ്പിസോഡ് നിർബന്ധമായും ഉണ്ടാകും. അപ്പോൾ ഹൗസിംഗ് ലോൺ എന്താണ്? ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നതും മോർട്ട്ഗേജ് ലോൺ എന്ന് പറയുന്നതുമാണ് ഇന്ന് പറയുന്ന വിഷയം. ഹൗസിംഗ് ലോൺ എന്താണ്? നമ്മൾക്ക് ഒരു വീട് നിർമ്മിക്കാൻ ഹൗസിംഗ് ലോൺ കിട്ടും, വീട് വാങ്ങാൻ ഹൗസിംഗ് ലോൺ കിട്ടും, വീടിന് എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അതിന് ഹൗസിംഗ് ലോൺ കിട്ടും. ഇതെല്ലാം തന്നെ ഹൗസിംഗ് ലോണിൻ്റെ ഭാഗമാണ്. ഭവന നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ട്, ഭവന മെയിൻ്റനൻസിന് വേണ്ടി ബന്ധപ്പെട്ട്, അതുപോലെ ഭവനം വാങ്ങുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുള്ള ലോണുകളെല്ലാം ആ കാറ്റഗറിയിലാണ് നമുക്ക് പെടുത്താൻ കഴിയുക. ഇങ്ങനെ എടുക്കുന്ന ലോണിന് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അത് കിട്ടുന്നത്, നമുക്ക് തരുന്ന തുക നമ്മൾ ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നല്ല, ഈ സ്ഥാപനം ഉദ്ദേശിക്കുന്ന, നിങ്ങൾക്ക് ആരാണോ ലോൺ തരുന്ന ആ സ്ഥാപനം ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിൻ്റെ 70 മുതൽ 90% വരെ ഉള്ള തുക നിങ്ങൾക്ക് ലോണായി തരും. കൂട്ടത്തിൽ നിങ്ങൾക്ക് തരുമ്പോൾ ആ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി കൂടി അളന്നിട്ടാണ് അതെല്ലാം തരുന്നത്. പക്ഷേ പ്രാഥമിക പരിഗണന ഇതിൻ്റെ മൂല്യം, അഥവാ നിങ്ങൾ തിരിച്ചടവ് മുടങ്ങിയാൽ, EMI മുടങ്ങിയാൽ ബാങ്ക് തന്ന തുക തിരിച്ചെടുക്കണം പലിശ സഹിതം. അതിന് ഈ ബിൽഡിങ് വിറ്റാൽ, ലേലം ചെയ്ത് വിറ്റാൽ ബാങ്കിന് ആ തുക കിട്ടുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ബാങ്ക് അതിന് ഒരു തുക ഫിക്സ് ചെയ്യുന്നത്. അസസ് ചെയ്തിട്ട് അവരൊരു തുക ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്യുന്ന തുകയുടേതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 70 മുതൽ 90% വരെ നിങ്ങൾക്ക് ലോണായി തരും എന്നുള്ളതാണ്. അതിനാണ് അവർ നിങ്ങളുടെ ഈ ഡോക്യുമെൻ്റ് വാങ്ങി അത് പ്ലെഡ്ജ് ചെയ്ത് അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത്. ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കും. നിങ്ങൾ പൂർണ്ണമായും തിരിച്ചടച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയുമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭവന വായ്പയ്ക്ക് എടുക്കുന്ന ലോൺ തുക അതിന് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. മറിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിച്ചാൽ അതിന്മേൽ ഫൈൻ ഇമ്പോസ് ചെയ്യപ്പെടുമെന്നും മനസ്സിലാക്കിയിരിക്കുക. അത് മാറ്റി വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാനൊന്നും പാടില്ല. അത് അനുവദനീയവുമല്ല. ഒരു ഹൗസിംഗ് ലോൺ എടുത്തു, ആ തുക കൊണ്ട് നമ്മളൊരു കാറ് വാങ്ങാൻ പോയി, കാറ് വാങ്ങിച്ചു, പക്ഷേ അത് അനുവദനീയമല്ല. അതിൻ്റെ പേരിൽ ഫൈനിങ്ങും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗക്രമത്തിലുള്ള ഏതെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതായത് ലോൺ ഉപയോഗിക്കുന്നതിൽ വ്യത്യാസം വന്നാൽ ഇതുപോലെ ഫൈനിങ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഭവന വായ്പയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂല്യത്തിൻ്റെ ഏകദേശം മാക്സിമം 90% വരെ തരും എന്നുണ്ടെങ്കിൽ, മോർട്ട്ഗേജിലാണെങ്കിൽ അത് വസ്തുവിൻ്റെ വിപണി മൂല്യത്തിൻ്റെ 75% വരെ മാത്രമേ കിട്ടുകയുള്ളൂ. എന്താണ് മോർട്ട്ഗേജ്? ഭവന വായ്പ എന്താണെന്ന് ഞാൻ പറഞ്ഞു. മോർട്ട്ഗേജ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ പ്ലെഡ്ജ് ചെയ്ത് എടുക്കുന്ന ലോണാണ്. നമുക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയും അങ്ങനെ ലോൺ എടുക്കാം. വസ്തു ഈട് നൽകി എടുക്കുന്ന ലോണിനെയാണ് ഇംഗ്ലീഷിൽ മോർട്ട്ഗേജ് ലോൺ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്യുന്നു, പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് പ്ലെഡ്ജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചടവൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ വസ്തു ലേലം ചെയ്ത് അവരുടെ തുക തിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഈ മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് പണയം വെച്ച് നമ്മൾ എടുക്കുന്ന ലോൺ തുക നമുക്ക് എന്താവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതിന് ഒരു 75% കിട്ടും. നേരെ മറിച്ച് ഭവന വായ്പയ്ക്കാണെങ്കിൽ മാക്സിമം 90% വരെ ആ വസ്തുവിൻ്റെ വിപണി മൂല്യം, മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്, അതിൻ്റെ ഏകദേശം 90% കിട്ടുമ്പോൾ മോർട്ട്ഗേജ് ലോണിന് അത് 75% മാത്രമായി നിജപ്പെടുത്തിയേക്കും. മാത്രമല്ല മോർട്ട്ഗേജ് ലോൺ തരുമ്പോൾ
ഈ വസ്തുവിൻ്റെ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഈ വസ്തുവിലേക്ക് ഇപ്പോൾ വിൽപ്പനയ്ക്കിട്ടാലും ലേലത്തിനിട്ടാലും വസ്തു ഒരാൾ നോക്കുമ്പോൾ അതിലേക്ക് പോകാനുള്ള വഴിയുണ്ടോ, അതിന് തൊട്ടടുത്ത് റോഡുകളുണ്ടോ, ഇതെല്ലാം പരിശോധിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ലേലത്തിന് എടുക്കുന്ന ഒരാൾ ലേലം കൊള്ളാൻ വരികയുള്ളൂ. അത് ബാങ്കിനറിയാം. അതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും? ആദ്യമേ വസ്തു അവരുടെ ആൾക്കാർ വന്ന് കാണുക തന്നെ ചെയ്യും. കണ്ടതിന് ശേഷമാണ് അവർ അതിനൊരു മൂല്യം നിശ്ചയിക്കുക, വിപണി മൂല്യം നിശ്ചയിക്കുക. വഴിയൊന്നുമില്ലെങ്കിൽ മിക്കവാറും അതൊന്നും മോർഗേജ് ലോണ് തരാൻ ബാങ്കുകൾ പരിഗണിക്കുകയില്ല. കേസ് എന്തെങ്കിലും ഉള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനും ലോൺ തരാൻ അവർ സന്നദ്ധരാവുകയില്ല. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രമേ അതിന് മോർഗേജ് ലോൺ എന്ന അടിസ്ഥാനത്തിൽ കിട്ടുകയുള്ളൂ. ഇനി മോർഗേജ് ലോൺ എടുക്കുന്ന ഒരാൾക്കും ഹൗസിംഗ് ലോൺ എടുക്കുന്ന ആളുകൾക്കും എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഗുണം അല്ലെങ്കിൽ ദോഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതിൽ ലഭിക്കുന്ന തുകയിലുള്ള വ്യത്യാസം. 90% ഏകദേശം 75% തമ്മിലുള്ള വ്യത്യാസമാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, മോർട്ട്ഗേജ് ലോണിന് പലിശ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഏതാണ്ട് ഹൗസിംഗ് ലോണിനേക്കാളും 1.3% എങ്കിലും നമുക്ക് കൂടുതലായി ഇതിന് നൽകേണ്ടി വരും. പലിശ ഇനത്തിൽ മോർട്ട്ഗേജ് ലോൺ, വസ്തു ഈട് നൽകി എടുക്കുന്ന ലോണിന് ഭവന വായ്പയെക്കാളും 1.3% വരെ, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ, മിനിമമാണ് ഞാൻ പറയുന്നത്, അത്രയും പലിശ നമ്മൾ കൊടുക്കേണ്ടി വരും. രണ്ടാമത് അതിൻ്റെ ഒരു മോർഗേജ് ലോണിൻ്റെ ഡിഫക്റ്റ്, തിരിച്ചടവിനുള്ള കാലാവധി എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. മാക്സിമം ഏതാണ്ട് 15 വർഷമൊക്കെ കാലാവധിയായി കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് ഹൗസിങ്ങിലാണെങ്കിലോ, ഹൗസിംഗ് ലോണിന് മാക്സിമം 30 വർഷം വരെ ലോൺ നമുക്ക് കാലാവധി കിട്ടും എന്നുള്ളതാണ്. മോർട്ട്ഗേജിന് അതിന് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ മോർട്ട്ഗേജ് ലോണിന് പ്രോസസ്സിംഗ് ഫീ കൂടുതലാണ് എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനി ലോൺ മൂല്യത്തിൻ്റെ ഏതാണ്ട് 1.5% വരെ അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ മോർഗേജിനാണെങ്കിലോ, ഹൗസിംഗ് ലോണിനാണെങ്കിൽ ഏകദേശം 0.8 മുതൽ 1.2% വരെ മാത്രം ഉണ്ടാവുകയുള്ളൂ പ്രോസസ്സിംഗ് ഫീ എന്ന് മനസ്സിലാക്കുക. ഇനി മോർഗേജ് ലോണിന് ടോപ്പപ്പ് സൗകര്യമുണ്ട്. എന്താണ് ഈ ടോപ്പപ്പ് എന്ന് പറയുന്നത്? ടോപ്പപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു ലോൺ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ തുക നമ്മുടെ വിപണി മൂല്യത്തിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് എടുക്കുന്ന തുകയാണ്. വിപണി മൂല്യം ബാങ്ക് നിശ്ചയിക്കുന്നതിനേക്കാളും കുറച്ച് തുക മാത്രമേ നമ്മൾ മോർഗേജ് ലോണായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വിപണി മൂല്യത്തിലുള്ള ആ വ്യത്യാസത്തിന് നമുക്ക് വീണ്ടും ഒരു ടോപ്പപ്പ് ലോൺ എടുക്കാനുള്ള ഒരു പ്ലസ് നമുക്കതിനകത്തുണ്ട്. വീണ്ടും നമുക്ക് എടുക്കാം. പക്ഷേ ടോട്ടൽ വിപണി മൂല്യത്തിൻ്റെ തുക വരെ മാത്രമേ രണ്ടാമത് ടോപ്പപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ആദ്യം എടുക്കുന്ന തുക കുറവാണ്, വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കാളും കുറഞ്ഞ തുക മാത്രം നിങ്ങൾക്ക് അന്ന് മതി. പക്ഷെ പിന്നീട് കുറച്ചുകൂടെ തുക വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ടോപ്പപ്പ് ചെയ്യാം. ഭവന വായ്പയ്ക്ക് അങ്ങനെ ഒരു ടോപ്പപ്പ് ഉണ്ടാകാൻ ഒരു സാധ്യതയും ബാങ്കുകൾ അനുവദിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് അറിയാമോ? ഹൗസിംഗ് ലോണിന് നമുക്ക് ഒരുപാട് കിഴിവുകളുണ്ട്. എന്തെല്ലാം കിഴിവുകളാണ്? പ്രധാനപ്പെട്ട കിഴിവുകളൊന്ന്, നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും ഏകദേശം 1.5 ലക്ഷം രൂപയുടെ കിഴിവ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. 80C പ്രകാരമുള്ള ഈ കിഴിവ് ആനുകൂല്യം നമുക്ക് ഹൗസിംഗ് ലോണിന് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ സെക്ഷൻ 24 പ്രകാരം ഉള്ള പലിശയിന്മേലുള്ള ഒരു ഇളവും സാധാരണ നിലയിൽ അനുവദിക്കപ്പെടാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ മോർട്ട്ഗേജ് ലോണിന് ഇങ്ങനെയൊന്നും ഒരു ആനുകൂല്യവും ഇല്ല. ഹൗസിംഗ് ലോണിന് ചില സബ്സിഡി ആനുകൂല്യങ്ങൾ ചിലപ്പോൾ സർക്കാർ പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ലഭിച്ചേക്കാം, മറ്റേടത്ത് അതുകൂടി ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഈ ടോപ്പപ്പ് സൗകര്യം ചില കേസുകളിൽ ഹൗസിംഗ് ലോൺ എടുക്കുന്ന ചില ബാങ്കുകൾ അനുവദിക്കാറുണ്ട് ടോപ്പപ്പ്. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മോർഗേജ് ലോണിന് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ടോപ്പപ്പ് സൗകര്യം, ആ മൂല്യത്തിൻ്റെ മാക്സിമം നിങ്ങൾക്ക് രണ്ടാമത് ഒരു തുക കൂടി എടുത്ത് കവർ ചെയ്യാവുന്നതും ആണ്. ഇതാണ് പ്രധാനപ്പെട്ട
വ്യത്യാസം, മോർട്ട്ഗേജ് ലോൺ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലായി, ഹൗസിംഗ് ലോൺ എന്താണെന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നിങ്ങൾ മനസ്സിലായി. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഏത് ലോണോ നിങ്ങൾ എടുത്തോ, പക്ഷേ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എടുക്കണം. കാരണം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നിരക്ക് വരുന്നത് അതിലാണെന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ബാങ്കുമായി ബന്ധപ്പെട്ടും ലോണുമായി ബന്ധപ്പെട്ടും നിരവധി എപ്പിസോഡുകൾ തുടർന്നും ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.